ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി പേൾ മില്ലറ്റ് വെച്ചിട്ടുള്ളൊരു ഉപ്മാവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പേൾ മില്ലറ്റിൻ്റെ വെർമിസിലിയാണ് ഇങ്ങനെ സേമിയ പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1/4 കപ്പിൽ കുറച്ചധികം എടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല, പിന്നെ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. ഓക്കെ, 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി കിട്ടും. നമ്മളിതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ഒരു അര സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, കുറച്ച് പട്ടാണി, അതുപോലെ ചെറുതായി അരിഞ്ഞ് ക്യാരറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെർമിസിലിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്കും ഇതിൻ്റെ ടെക്സ്ചർ നല്ല പൂവ് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേറെ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത്രേ വേണ്ടൂ. അപ്പോഴേക്കും നമ്മുടെ വെർമിസിലി റെഡിയാണ്. നല്ല ടേസ്റ്റിലെ ഉപ്മാവാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ടേസ്റ്റി റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക്